മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട്. രേവതി കുറച്ച് മടിയോടെ പറഞ്ഞു. എന്ത് കാര്യം? അരുണ ആകാംക്ഷയോട് ചോദിച്ചു. ആകാംക്ഷ കൂടി അവളുടെ കണ്ണു പുറത്തേക്ക് വരുന്ന അവസ്ഥയിലാണ്. ഇന്നലെ ഞാൻ ശ്രുതിയുടെ ഫോണിലെ കുറച്ച് ഫോട്ടോസ് നോക്കുന്നതിനിടയിൽ ശ്രുതിയുടെയും വിജയുടെയും ഒപ്പം കുറച്ചുള്ള ഫോട്ടോസ് കണ്ടു. അതിനിപ്പോൾ എന്താ, ഞാനും കണ്ണനും കൂടെ ഒരുമിച്ച് എത്രയോ ഫോട്ടോസ് ഉണ്ടല്ലോ. നീ നിന്റെ വായ അടച്ചൊന്നും വെച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ വലിച്ച് പുറത്തിടും, അവളും അവളുടെ ഒരു കണ്ണനും, ശിവ ദേഷ്യത്തോടെ പറഞ്ഞു. ഇത് അങ്ങനത്തെ ഉള്ള ഫോട്ടോസ് അല്ല, ഐ തിങ്ക് അവർ ലിവിങ് ടുഗദർ ആണെന്ന് തോന്നുന്നു. എങ്ങനത്തെ ഫോട്ടോസാണിത്? ഹോട്ടാണ്? പാർവണ ആകാംക്ഷയോടെ ചോദിച്ചു. പിന്നീടാണ് അവൾക്ക് അടുത്ത് ദേവയും ശിവയുള്ള കാര്യം ഓർമ്മ വന്നത്. അവൾ പതിയെ ഇടം കണ്ടിട്ട് ദേവയും ശിവയൊന്ന് നോക്കി. ദേവ തൻ്റെ ചിരി അടക്കി പിടിച്ചിരിക്കുകയാണ്. ശിവയാണെങ്കിൽ അവൾ ദേഷ്യത്തോടെ കണ്ടിട്ട് നോക്കുന്നുണ്ട്. ശിവ ഇതെല്ലാം കേട്ട് നിനക്ക് എന്താണ് തോന്നണേ? ദേവ ഗൗരവത്തോടെ ചോദിച്ചു. എന്ത് തോന്നാൻ, ആ പെണ്ണിൻ്റെ നാവിനൊരു ലൈസൻസ് ഇല്ല, അത്ര തന്നെ, ശിവ പറഞ്ഞു. ഏത് പെണ്ണിന്? ദേവ മനസ്സിലാവാതെ ചോദിച്ചു. ആ പാർവണയ്ക്ക്, അല്ലാതെ ആർക്കാ?